പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കണ്ടതും കേട്ടതും ന്യൂസ്. ഈ ന്യൂസ് ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ചില കാര്യങ്ങൾ തമാശ രൂപേണ കൊണ്ടുവരികയാണ്. ഇതിലെ ഓരോ സെഗ്മെൻറ്റുകളും നിങ്ങളെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും സാധിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വാച്ച് ആൻഡ് എൻജോയ്. നമസ്കാരം. കണ്ടതും കേട്ടതും ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ നിങ്ങൾക്കായി വായിക്കുന്നത് ശ്യാമള. കണ്ടതും കോമളൻ കേട്ടതും. പ്രധാന വാർത്തകൾ. കല്യാണത്തിന് വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിച്ച് കാരാഗ്രഹത്തിലാക്കി. കസേരകളി അനിശ്ചിതത്തിനൊടുവിൽ വിജയെ തീരുമാനിച്ചു. 1ാം സ്ഥാനം നേടിയ പൗലോസിനെതിരെ അപ്പീൽ കോടതിയിൽ. 3 മാസം പ്രായമായി തോന്നിക്കുന്ന ആൺകുഞ്ഞിനെ നൈൽ നദിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. എരിഹോവിൽ നിന്ന് യോർദാനിലേക്ക് യാത്ര തിരിച്ച് ഒരാളെ കാണുവാനില്ല. ഹെവൻലി പാലസിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം. നവജാത ശിശുവിനെയും മാതാപിതാക്കളെയും കാണുവാനില്ല. വാർത്തകൾ വിശദമായി. വിളിച്ചു വരുത്തി അപമാനിച്ച് കാരാഗ്രഹത്തിലാക്കി. കാസയിൽ രാജാവിന്റെ മകന്റെ വിവാഹത്തിന് വലിയ വട്ടത്തു നിന്ന് വന്ന സഹോദരൻ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് കാരാഗ്രഹത്തിൽ ആക്കി. കൂടുതൽ വിവരങ്ങളുമായി കാസയിൽ നിന്നും കണ്ടതും കേട്ടും ന്യൂസിന്റെ റിപ്പോർട്ടർ മാത്തുക്കുട്ടി ജോയിൻ ചെയ്യുന്നു. മാത്തുക്കുട്ടി ലൈനിലുണ്ടോ? മാത്തുക്കുട്ടി കേൾക്കാമോ? ശ്യാമള കേൾക്കാമോ? ഞാൻ ലൈനിലുണ്ട്. ശ്യാമള, ശ്യാമള, നമ്മളിപ്പോൾ നിൽക്കുന്നത് വലിയൊരു ഓഡിറ്റോറിയത്തിന്റെ മുന്നിലാണ്. ഇവിടെ വലിയൊരു കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ നമുക്ക് കാണാം അനേക ആൾക്കാരുണ്ട്. വളരെ അധികം നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് നിൽക്കുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഒരാള് നല്ല വസ്ത്രം ധരിച്ചില്ലെന്ന് പറഞ്ഞ് രാജാവ് പുറത്താക്കിയത്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന സോളമനുമായി നമുക്കൊരു അഭിമുഖം ഇപ്പോൾ നടത്താം. നമ്മുടെ ന്യൂസ് ചാനലിന്റെ സ്പെഷ്യൽ റിപ്പോർട്ടാണിത്. സോളമനിലേക്ക്. സോളമ, ഇവിടെ എത്താനുള്ള കാരണം ഒന്ന് വിശദീകരിക്കാമോ? എന്താ പറയുക, ഞാന് റോഡിലിങ്ങനെ അലഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ രാജ്യത്തെ കുറേ പ്രജകൾ വന്ന് ഞങ്ങളെ കല്യാണത്തിന് ക്ഷണിച്ചു. അപ്പം അവിടെ ഒരു കല്യാണ സദ്യ ഉണ്ട്, അതിന് നിങ്ങളെല്ലാം വരണമെന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ എന്നെയും വിളിച്ചു. ഞാനും കല്യാണത്തിന് ചെന്നു. കല്യാണത്തിന് ചെന്നപ്പോഴേ അവിടെ എല്ലാവർക്കും പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വസ്ത്രമില്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ആ കല്യാണത്തിന് ക്ഷണിച്ച ഒരു പ്രധാന വ്യക്തി വന്ന് എന്നെ സ്നേഹിത എന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ വിളിച്ചു. ഞാൻ ഓർത്തു എനിക്കാണ്ട് സമ്മാനം തരാൻ പോവാണെന്ന്. അദ്ദേഹം പിന്നെ എന്നോട് വളരെ മോശമായിട്ട് വളരെ ഗൗരവത്തോടെ എന്നോട് സംസാരിച്ചിട്ട് തൻ്റെ പ്രജകളോട് പറഞ്ഞു എന്നെ ഏറ്റവും ഇരുട്ടുള്ള അറയിലേക്ക് എന്നെ കൊണ്ട് എത്തിക്കണമെന്നൊക്കെ. ഞാൻ ആകെ അങ്ങ് വല്ലാതായിപ്പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. താങ്കൾക്ക് ഇപ്പൊ എന്താണ് തോന്നുന്നത്? ഇവിടെ കഴിക്കാനും ഇവിടുത്തെ സൗകര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ട്? ഇവിടുത്തെ സൗകര്യം ഒന്നുമില്ല. ഇങ്ങനൊക്കെ ഇല്ലേ, കഴിക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ കല്യാണത്തിന് വന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ആഹാരവുമില്ല, വെള്ളവുമില്ല. ഞാൻ ആകെ വിഷമിച്ചു ഇവിടെ ഇരിക്കുക. സോളമ, ഇവിടുന്ന് പുറത്തു പോകാൻ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? ഇപ്പോഴത്തെ നിലയിൽ ഇവിടുന്ന് പുറത്തു പോകുവാന് ഒരു പ്രതീക്ഷയും എനിക്കില്ല. എനിക്ക് മറ്റാരും എന്നെ ഒന്ന് സഹായിക്കാൻ പോലും ഇല്ല. ഈ നരകത്തിൽ കൊണ്ട് നിന്നെ ഇട്ടല്ലോ. ഇവിടെ എന്നാ ചൂടാ. വഴിയില് വായി നോക്കി നിന്ന എന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിട്ടിരിക്കുക. ഇവന്റെ ഒരു കല്യാണത്തിന് എന്നെ ക്ഷണിച്ച് എന്നെ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇവന്റെ ഒരു കല്യാണ വസ്ത്രമില്ലെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ചോദിക്കുക എന്ത് ചെയ്യാന്ന്. എനിക്ക് തന്നിട്ട് വേണ്ട കല്യാണ വസ്ത്രം ഞാൻ ഇടാനേ. ഈ വസ്ത്രം എന്നാ എത്ര പോരായ്മ വല്ലതും ഉണ്ടായിരുന്നോ? അല്ല, അന്തസ്സായിട്ട് നല്ല നിക്കറുമുണ്ട്. അല്ല, അയ്യോ, എന്താ പറയാനാ, എന്തോ ചൂടാ ഇവിടെ. ഇവിടുന്ന് ആരാ എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇവന്മാരെയൊക്കെ ഞാനൊരു പണി കൊടുത്തേനുമായിരുന്നു. ഉണ്ട് ഒരു ദിവസം ഞാൻ ഇറങ്ങും. ആട്ടെ, എന്താ വേണം? അയ്യോ, ചൊറിയുന്നു. കടമ്പനാട് കസേരകളി അനിശ്ചിതത്വത്തിനൊടുവിൽ വിജയിയെ തീരുമാനിച്ചു. ആത്മീക കസേരകളി. വളരെയധികം സംഘർഷങ്ങൾക്കൊടുവിൽ കസേരകളി നടത്താനാകാതെ വിജയിയെ പ്രഖ്യാപിച്ചു. മത്സരത്തിൽ പേര് കൊടുത്ത പലർക്കും മത്സരിക്കാൻ കഴിയാതെ വിഷമത്തോടെ വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അമേരിക്ക,
UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ കസാരകളിയിലെ അഗ്രഗണ്യന്മാരും ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ അശ്രാന്തം പരിശ്രമിച്ചെങ്കിലും ചില വ്യക്തികളുടെ പണത്തിന്റെ കൊഴുപ്പ് മൂലം അവരെ എല്ലാം റണ്ണൌട്ട് ആക്കിക്കൊണ്ട് പേര് വെളിപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു വ്യക്തി കസേരകളിയിൽ വിജയിയായി പ്രഖ്യാപിച്ചു. അതിന്റെ അലയടികളും മുറവിളികളും ഇപ്പോഴും മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കിട്ടിയ വാർത്ത, കസേരകളിയിലെ നിലവിലെ ജേതാവ് അടുത്ത വർഷം വലിയൊരു കസേരകളി പ്രഖ്യാപിച്ചിരിക്കുന്നു. കസേരകളിയിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്ത മത്സരാർത്ഥികൾ ഒത്തൊരുമിച്ച് ഒരു സംയുക്ത കസേരകളിക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി കസേരകളിയിൽ പങ്കെടുക്കാനാവാതെ നിരാശനായിരിക്കുന്ന ഒരു വ്യക്തിയുമായി നമ്മുടെ റിപ്പോർട്ടർ കടമ്പനാട് നിന്ന് തത്സമയം നമ്മോടുകൂടെ ചേരുന്നു. ഹലോ കോമളൻ, മുഖം കാണിക്കാൻ വിമുഖതയുള്ള നമുക്ക് ഇന്റർവ്യൂ തരാമെന്ന് പറഞ്ഞ എതിർ ടീമിൽ ഉൾപ്പെട്ട കസേരകളി വിദഗ്ധൻ ഫോണിൽ നമ്മോടൊപ്പം ചേരുന്നു. വളരെ മാനസികമായി തളർത്തിയ ഒരു കളിയാണ് ഇവിടെ കഴിഞ്ഞത്. ഇല്ലാത്ത പണം എടുത്തുകൊണ്ടാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വന്നത്. അവസാനം എന്നെ ഗ്രൗണ്ടിൽ പോലും ഇറക്കാതെ ചില ബൂർഷാസികൾ കള്ളക്കളി കളിച്ചു. ഞാൻ മാത്രമല്ല, മറ്റു പലരും ഇതുപോലെ കബളിക്കപ്പെട്ടു. കസേര കളിയേ ഇവിടെ നടന്നില്ല. എനിക്കിതിൽ കൂടെ ഒന്നും പറയാനില്ല. അടുത്ത വർഷം പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് ഈ കസേര കളിയിൽ ഞാൻ വിജയിക്കും. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓട്ടം തികച്ച പൗലോസിനെതിരെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ചിലർ പൗലോസിന്റെ ഭൂതകാലം കുത്തിപ്പൊക്കി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ കൊടുത്ത അച്ചായന് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾക്ക് കേൾക്കാം. ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചിരുന്നു എന്നൊക്കെ പൗലോസ് പറഞ്ഞു. ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുവാണ്. ഇതെങ്ങനെ സാധിക്കും? അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. നീതിയുടെ കിരീടം എനിക്ക് കിട്ടാൻ ഏതറ്റം വരെ ഞാൻ പോവും. ഞങ്ങൾ നല്ലപോലെ പൊരുതി ഓട്ടം തികയ്ക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമ്മാനത്തിന്റെ പങ്ക് ഞങ്ങൾക്കും വേണം. അതിനായിട്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ അപ്പീൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് നോക്കാം വിധി എന്താകുമെന്ന്. Welcome to the help tips of the day. Proverbs 17 verses 22. A merry heart does good like a medicine. Another tip. For any pain, use the balm of Gilead. You want to feel good? Taste and see that the Lord is good. Do not be wise in your own eyes. Fear the Lord and shun evil. This will bring health and nourishment to your bones. Ladies and gentlemen, boys and girls, we bring to you Jonah's Transportation. This exotic underwater travel is brought to you by a small fee of disobeying God. For the best underwater transportation, contact 1-800-WHALE-E-ME. That's 1-800-WHALE-E-ME. കിങ്ഡം ഓഫ് സാത്താനിലെ കാലാവസ്ഥ പറയുന്നതിനായി മിസ്റ്റർ ധനവാൻ നമ്മളോടൊപ്പം ലൈനിൽ ചേരുന്നു. മിസ്റ്റർ ധനവാൻ, എന്താണ് അവിടുത്തെ കാലാവസ്ഥ എന്ന് വിശദീകരിക്കാമോ? ഗുഡ് ഈവനിങ് ശ്യാമള. ഇവിടെ ഏറ്റവും കുറഞ്ഞ താപനില 100 ഡിഗ്രിയാണ്. എന്നാൽ ഈ കൊടുംചൂടിൽ ഇവിടെ മനുഷ്യരോ പുഴുക്കളോ ഇഴജന്തുക്കളോ ചാകുന്നില്ല. 24 മണിക്കൂറും തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണമോ വെള്ളമോ ഇവിടെ ലഭ്യമല്ല. എന്നാൽ ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ജനങ്ങൾക്ക് ഒട്ടും കുറവില്ല. ആയിരങ്ങളാണ് ദിനംപ്രതി ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ മനുഷ്യവാസയോഗ്യമല്ല. ഇവിടേക്ക് വരുവാൻ കള്ളം, കൊലപാതകം, തെറ്റുകൾ, പാപങ്ങൾ എന്നിവ ചെയ്യുന്നവർക്കാണ് മുൻഗണന. കണ്ടതും കേട്ടതും വാർത്തയ്ക്ക് വേണ്ടി നരകത്തിൽ നിന്നും ധനവാൻ. വളരെ നന്ദിയുണ്ട് ധനവാൻ. കിങ്ഡം ഓഫ് സാത്താൻ മനുഷ്യവാസയോഗ്യമല്ലാത്തതിനാലും അവിടേക്കുള്ള മൈഗ്രേഷൻ വളരെ എളുപ്പമായതിനാലും അവിടേക്കുള്ള മൈഗ്രേഷൻ നാം തന്നെ നിർത്തിവെക്കണമെന്ന് കണ്ടതും കേട്ടതും പ്രേക്ഷകരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. കിങ്ഡം ഓഫ് ഹെവനിലെ കാലാവസ്ഥ റിപ്പോർട്ടുമായി ബ്രദർ ലാസർ ലൈനിൽ ചേരുന്നു. ലാസർ, എന്താണ് അവിടുത്തെ കാലാവസ്ഥ? ഒന്ന് വിശദീകരിക്കാമോ? ഹായ് കോമളൻ, ഗുഡ് ഈവനിങ്. ഇവിടെ നല്ല കാലാവസ്ഥയാണ്. ഇതുപോലൊരു കാലാവസ്ഥ മറ്റു രാജ്യത്തെങ്ങും ഇല്ലെന്ന് തന്നെ പറയാം. മാത്രമല്ല, വളരെ മനോഹരമായ രാജ്യമാണിത്. ഇതൊക്കെ ആയിരുന്നാൽ പോലും ഈ രാജ്യത്തേക്ക് വളരെ കുറച്ചു പേർക്കാണ് കടന്നു വരുവാൻ സാധിക്കുന്നത്. ഇങ്ങോട്ടുള്ള മൈഗ്രേഷൻ നടപടികൾ വളരെ കഠിനമേറിയതാണ്.
ഇങ്ങോട്ടുള്ള മൈഗ്രേഷൻ വളരെ കുറവാണ്. ഈ സ്ഥലത്തിന്റെ മനോഹാരിത വിവരിക്കുവാൻ എനിക്ക് വാക്കുകളില്ല. ഇവിടേക്കുള്ള മൈഗ്രേഷൻ കുറയുന്നതിന്റെ കാരണം ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവ് കൂടെയാണ്. ഏറ്റവും താമസയോഗ്യമായ മികച്ച ഒരു കാലാവസ്ഥയാണ് ഇവിടെ. കണ്ടതും കേട്ടതും ന്യൂസിനു വേണ്ടി സ്വർഗത്തിൽ നിന്നും ലാസ്. കിങ്ഡം ഓഫ് ഹെവനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഈ മനോഹരമായ രാജ്യത്തേക്കുള്ള മൈഗ്രേഷൻ കുറയുന്നത് എന്ന് ലാസറിൽ നിന്ന് നമുക്കറിയുവാൻ സാധിച്ചു. നമുക്ക് കിങ്ഡം ഓഫ് ഹെവനെ കുറിച്ച് കൂടുതലായി വചനം വായിച്ച് നമുക്ക് അറിയാം. ഇപ്പോൾ കിട്ടിയ കാലാവസ്ഥ വാർത്ത. പൗലോസിന്റെ യെരുശലേമിൽ നിന്നും ദമാസ്കോസിലേക്കുള്ള യാത്രാമധ്യേ ഒരു വലിയ വെളിച്ചം സ്വർഗത്തിൽ നിന്ന് തന്റെ ചുറ്റും മിന്നുകയും താൻ നിലത്ത് വീഴുകയും ചെയ്തു എന്ന് അവിടെ നിന്നുള്ള നമ്മുടെ റിപ്പോർട്ടർ അറിയിക്കുകയുണ്ടായി. അത് തന്റെ കാഴ്ചയെ പോലും ബാധിച്ചു. ദൈവമക്കളെ ഉപദ്രവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ ഇതൊരു മുന്നറിയിപ്പായി എടുക്കുവാൻ ഞങ്ങളുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. Life insurance of heaven. Do you need coverage with low monthly payment? Now, for the small price of accepting Jesus, believing in Him, and confessing that He is Lord, you can have top-notch premium coverage, leaving you and your loved ones rest assured that you will see each other again in heaven with your Lord. So choose Life Insurance of Heaven for all your insurance needs. Your agent, Jesus Christ, is waiting for your call. Call 1-888-JOHN 316. All mail inquiries should be mailed to 1 Heaven Avenue, Golden Street, Heaven. Welcome to the doctor segment of Kandadum Ketadum News. In this segment today, we're going to talk about stress. We are often stressed in our jobs, at homes, about kids, or whatever you name it. There's always something to be stressed about. Stress is a feeling of emotional or physical tension. It can come from any event or feeling that can make you feel frustrated. I would like to introduce to some ways to cope with stress as a Christian. The first one is exercise or doing some other kinds of physical activities. When you get your heart rate up and break a sweat, you will feel energetic physically and mentally. So, get moving and take some time to de-stress. The second thing I would like to mention is to spend some time with your families and friends or some people who would support you. When you're feeling stressed, it is important to spend some time with your friends and families or people who are there to support you. These people can provide a listening ear, a shoulder to cry on, or simply some much needed laughter. The third thing I would like to mention is to seek professional help if the stress is too much for you to handle on your own. A counselor or a therapist can provide you the support you need as you are trying to cope with your stress. There are many Christian counselors available today to help you cope with stress. Remember, there is no shame in seeking help when you need it. The most important tip I would like to leave with you today is to pray and read your Bible when you are in stress and seek God's guidance. If you're feeling stressed, one of the best things to do is to pray. When you pour out your heart to God, you will find comfort and He will give you peace. You may also want to read the Bible for guidance and encouragement. The Bible is full of verses to help you cope with stress in a very healthy way. Remember what God says. Do not be anxious about anything, but in every situation, by prayer and petition, with thanksgiving, present your requests to God. And the peace of God, which transcends all understanding, will guard your hearts and minds in Christ Jesus. Thank you. Hi everyone, welcome to our special cooking show. Today we are going to make a special fruit salad inspired by the Holy Spirit. Actually, what kind of fruit salad are we making? Well, it's all written down in our recipe book, Leah, which is the Holy Bible. In Galatians 5:22 says, "But the fruit of the Spirit is love, joy, peace, long-suffering, or patience, kindness, goodness, faithfulness, gentleness, and self-control. Against such things there is no law." So, for our salad, these are the ingredients. The fruit of love, we can use each.
For joy, we will use jack. For peace, we will use pineapple. For long suffering or patience, we're going to use faith. Kindness, keep. For goodness, we will use grapes. Yummy. For faithfulness, faith. For gentleness, you can use grapefruit or guava. We'll be using guava. For self-control, we'll use strawberry. And for our secret ingredient that binds all these fruits is Jesus Christ. And for that, we're going to add a homemade custard. See my mom for the recipe. Now that we have all our ingredients, let's cut it up and mix it all together. Now it's tasting time. Ooh, this is so yummy. Well, I hope you enjoyed making fruit salad with fruits of zero dust. Until next time, bye! നമ്മുടെ ന്യൂസിന്റെ റേറ്റിംഗ് ഒന്നും അങ്ങോട്ടൊന്നും കയറുന്നില്ല. ആണോ? എന്തോ ഇങ്ങനെ സംഭവിക്കുന്ന ന്യൂസ് ഒന്നും അങ്ങോട്ട് വലുതായിട്ടൊന്നും വരുന്നില്ലല്ലേ? വരുമെന്നേ. നമുക്ക് എന്തെങ്കിലും ഒരു കള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയാലോ? അതൊന്നും ശരിയാകത്തില്ല. അതൊന്നും കുഴപ്പമില്ല. നമുക്ക് എങ്ങനെങ്കിലും കുറച്ച് പ്രേക്ഷകരുടെ അടുത്തേക്ക് ഇങ്ങനെ പോകണം, നമ്മുടെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടണം, നമുക്ക് കള്ള വാർത്തയൊക്കെ ഇങ്ങോട്ട് അടിച്ചു വിടാമെന്നേ. അതൊന്നും ശരിയാകത്തില്ല കോമള. വാർത്തയ്ക്കുള്ള സമയം നമുക്ക് തിരിച്ചു കയറാം. ഓക്കെ ഓക്കെ. ഇപ്പോൾ കിട്ടിയ വാർത്ത, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പല ആളുകളെ കാണാതായി എന്നുള്ള വാർത്ത നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ശ്യാമള, 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 നിങ്ങൾ എവിടെയാണ്? ശ്യാമള, ശ്യാമള, ശ്യാമള. പ്രിയമുള്ളവരെ, കണ്ടതും കേട്ടതും ന്യൂസ് നിങ്ങൾ ഓരോരുത്തരും ശ്രവിച്ചുവല്ലോ. ആത്മീക ഗോളത്തിൽ നടക്കുന്ന പല വിഷയങ്ങളും ഞങ്ങൾ ഈ ചെറിയ ന്യൂസ് കിറ്റിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അന്ന് 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. Then shall 2 be in the field, the one shall be taken and the other left. 2 women shall be grinding at the mill, the one shall be taken and the other left. Watch therefore, for you know not what hour your Lord doth come. But know this, that if the good man of the house had known in what watch the thief would come, he would have watched, and would not have suffered his house to be broken up. Therefore, be ye also ready, for in such an hour as ye think not the Son of Man cometh. നമ്മുടെ ഈ സ്കിറ്റിൽ വക്രത നിറഞ്ഞതും എങ്ങനെയെങ്കിലും തൻ്റെ ന്യൂസ് ചാനലിന് ലാഭം കൊയ്യുവാൻ വേണ്ടി പലവിധമായിട്ടുള്ള കള്ളത്തരങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ച കോമളൻ കർത്താവിൻ്റെ വരവിൽ കൈവിട്ടുപോയി. എന്നാൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച കണ്ടതും കേട്ടതും ന്യൂസ് റീഡർ സിസ്റ്റർ ശ്യാമള കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടു. നമ്മുടെ കർത്താവ് ഏതു നിമിഷവും മടങ്ങി വരാം തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി. ആ നാഴിക എന്നാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുവാൻ സാധിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ചെയ്യുവാൻ സാധിക്കും. കർത്താവ് ഏതു നിമിഷം വന്നാലും ആ വരവിങ്കൽ എടുക്കപ്പെടുവാൻ വേണ്ടി ഒരുക്കത്തോടുകൂടെ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനായിട്ട് സഹായിക്കട്ടെ. ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.